വിളർച്ചയുള്ളവർക്കും ക്ഷീണം അനുഭവപ്പെടുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു കോംബോയാണ് ബീറ്റ്റൂട്ട് മുതിര തോരൻ. ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ബീറ്റ്റൂട്ടിൻ്റെ കൂടെ പ്രോട്ടീൻ്റെ കലവറയായ മുതിരയും ചേർത്ത് ഒരു സൂപ്പർ ടേസ്റ്റിൽ ഒരു നാടൻ തോരൻ തയ്യാറാക്കിയാലോ? എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് മുതിര എടുത്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുക. അതിന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. മുതിര നന്നായി വെന്തിരിക്കണം, എന്നാൽ കുഴഞ്ഞു പോകരുത്. ബീറ്റ്റൂട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ പകുതി എടുത്ത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതെന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില നന്നായിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനാവശ്യം ഒരു 2-3 മിനിറ്റ് വഴറ്റുക. അതിനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചിട്ട് വേവിക്കുക. ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 5 വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഒന്ന് തിരുമ്മിയെടുക്കുക. ഇവിടെ ബീറ്റ്റൂട്ട് മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും അത് വെന്തോന്ന് നോക്കുക. അതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് തട്ടി അതും ബീറ്റ്റൂട്ടും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് അതിനെ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് തട്ടി അതും കൂടി എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉച്ചഭക്ഷണത്തിന് സൈഡ് ഡിഷായി ഈ മുതിര തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബീറ്റ്റൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് വളരെ ഇഷ്ടത്തോടെ ഈ തോരൻ കഴിക്കും. രുചികരവും ആരോഗ്യപ്രദവുമായ നമ്മുടെ ബീറ്റ്റൂട്ട് മുതിര തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നാടൻ ഹെൽത്തി റെസിപ്പിയൊക്കെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.